ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അളവെടുക്കാതെ സാരി ബ്ലൗസ് തയ്ക്കുന്ന ഒരു മെത്തേഡാണ് കാണിച്ചു തരുന്നത് കേട്ടോ. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു രീതിയാണ്. അപ്പോൾ തുണി എത്രയുണ്ടെന്ന് നമ്മൾ പറയാം. 85 പോയിൻ്റാണ് കേട്ടോ ക്ലോത്ത് ഉള്ളത്. അപ്പോൾ 2x2 തുണിയാണ്. അപ്പോൾ ഈ സൈഡിലോട്ടാണ് തേരുവശം വരുന്ന രീതിയിൽ ഇട്ടിരിക്കുന്നത്. തേരുവശത്ത് വെച്ചിട്ടാണ് നമ്മൾ അളവെടുക്കേണ്ടത് കേട്ടോ. തേരുവശം രണ്ട് ഭാഗം ഒന്നിച്ച് കിടക്കുന്ന രീതിയിൽ വെച്ചിട്ടാണ് നമ്മൾ അളവെടുക്കേണ്ടത്. അങ്ങനെ എടുക്കുമ്പോൾ ആ ലെങ്ത്താണ് 85 പോയിൻ്റ്. അപ്പോൾ നമുക്ക് അതാണ് നമ്മുടെ ബ്ലൗസിൻ്റെ നമുക്ക് ബ്ലൗസ് തയ്ക്കാനുള്ള തുണിയുള്ളത് കേട്ടോ. അപ്പോൾ ഈ ബ്ലൗസിൻ്റെ അളവിനാണ് നമ്മൾ തയ്ക്കുന്നത്. അത് നമുക്ക് സിമ്പിളായിട്ട് തന്നെ തയ്ച്ചെടുക്കാം. ഇതുപോലത്തെ ബെൽറ്റ് ബ്ലൗസാണ്, 4 ടക്ക് വരുന്നുണ്ട്. ഇങ്ങനത്തെ ബ്ലൗസാണ് നമ്മൾ തയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായി കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഫ്രണ്ട്സ്. എന്നിട്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് പിടിക്കാം. ഓക്കെ, ആദ്യം നമ്മൾ നല്ല വശം കാണുന്ന രീതിയിൽ വെച്ചു. അതിന് ശേഷം ഇതുപോലെ ഒന്ന് ആക്കുക. ബാക്ക് പാർട്ടിൻ്റെ പകുതി കിട്ടുന്ന രീതിയിൽ ഇങ്ങനെ ഒന്ന് മടക്കി വെക്കണം. എന്നിട്ട് ഒപ്പാക്കി വെച്ച ശേഷം നമ്മുടെ ഭാഗത്തേക്ക് ഫോൾഡഡ് സൈഡാണ് വരുന്നത്. ആ ഒരു ഭാഗത്തേക്ക് ഇതിങ്ങനെ ചേർത്ത് വെക്കുക കേട്ടോ. ഈ ഒരു രീതിയിൽ വെക്കുക. എന്നിട്ട് നമ്മൾക്ക് മുകൾ ഭാഗത്തും അതുപോലെ സൈഡിൻ്റെ അളവും അതുപോലെ നെക്കിൻ്റെ ആ ഒരു ഇറക്കം ഒക്കെ നമ്മൾ അടയാളപ്പെടുത്തേണ്ടതുണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്ത് തയ്യൽ തുമ്പ് എടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുകളിലോട്ടും ഒരു 1/4 ഇഞ്ച്, മനസ്സിലായോ, 1/4 ഇഞ്ച് ഒരു പോയിൻ്റ്, താഴത്തോട്ടും ഒരു 1/4 ഇഞ്ച് ഒരു പോയിൻ്റ്, അങ്ങനെയാണ് നമുക്ക് അടയാളപ്പെടുത്തേണ്ടത്. അത് നമുക്ക് ഇങ്ങനെ വരച്ച ശേഷവും നമുക്ക് വരയ്ക്കാം. അല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമേ താഴെ ഭാഗത്ത് ഒരു 1/4 ഇഞ്ച് ഒരു പോയിൻ്റ് ആ താഴത്ത് ഇട്ട ശേഷം മുകളിലും അതുപോലെ ഒരു 1/4 ഇഞ്ച് ഒരു പോയിൻ്റ് മുകളിലോട്ടും കയറ്റിയിട്ട് ഇട്ടിട്ട് അങ്ങനെയും ചെയ്യാം കേട്ടോ. അല്ല ഡയറക്റ്റ് ഇപ്പോൾ ഇതുപോലെ തന്നെ ബ്ലൗസ് വെക്കണമെങ്കിൽ ആ ഒരു രീതിക്കും ചെയ്യാം. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു രീതിക്ക് ഇങ്ങനെ വെച്ച ശേഷം നമുക്ക് ആ ആം ഹോളിൻ്റെ ഭാഗം ഇതുപോലെ തന്നെ ഒന്ന് വരച്ചു കൊടുത്തു. ഇതിന് ശേഷം ഈ ഒരു സൈഡും അതേപോലെ തന്നെ ആ ഒരു പോയിൻ്റ് മുഴുവനും ഫുള്ളായിട്ട് നമ്മൾ ഡ്രോ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റിയിട്ട് നമ്മൾ ഈ ആം ഹോളിൻ്റെ ഭാഗത്ത് മുകളിലേക്ക് ഒരു 1/4 ഇഞ്ച് കയറ്റി വെക്കണം. കാരണം താഴെ ഭാഗത്ത് നമുക്ക് നമ്മുടെ ബ്ലൗസിൻ്റെ ബാക്കിൽ നമ്മളൊരു പട്ട വയ്ക്കുന്നുണ്ടല്ലോ, അത് പട്ട വെച്ച് തയ്ക്കുമ്പോൾ നമുക്കൊരു 1/4 ഇഞ്ച് ഒരു പോയിൻ്റ് തയ്ച്ച് മടക്കുമല്ലോ. അപ്പോൾ അത് 1.5 ഇഞ്ചിൻ്റെ ഒരു പട്ടയാണ് നമ്മൾ തയ്ച്ച് മടക്കി വെക്കുന്നത് ഉൾസൈഡിലേക്ക്. അത് ആ ഭാഗത്ത് ബലം കിട്ടുന്ന രീതിക്ക് വെച്ച് ചെയ്യുന്നത്. അപ്പോൾ ഒന്നുകിൽ ആ രീതിക്ക് ചെയ്യാം. നമ്മളിപ്പോൾ ഇങ്ങനെയാണ് ബ്ലൗസ് വെക്കുക എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം അങ്ങനെ വെച്ചത്. അപ്പോൾ മുകളിലേക്ക് ഒരു 1/4 ഇഞ്ച് ഒരു പോയിൻ്റ് അപ്പുറത്തേക്ക് കൊടുത്തു. താഴത്തേക്ക് വരുന്ന 1/4 ഇഞ്ച് ഒരു പോയിൻ്റ് ഈ ഒരു ആം ഹോളിൻ്റെ ഭാഗത്തേക്ക് മുകളിലേക്ക് ആക്കി എടുത്തു കേട്ടോ. ആ ഒരു രീതിക്ക് വെച്ചത് ഒന്നും കൂടി വെച്ച് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. താഴത്തെ ഭാഗത്ത് നമ്മളൊരു 1/4 ഇഞ്ച് ഒരു പോയിൻ്റ്, ഓക്കെ, താഴെ ഭാഗം നോക്കി പട്ട വെച്ച് തയ്ക്കാൻ വേണ്ടിയിട്ട് മറിക്കുമ്പോൾ കറക്റ്റ് അപ്പോൾ ആം ഹോളിൻ്റെ ഭാഗം അങ്ങനെ തന്നെ വരും. ഇപ്പോൾ നമുക്ക് ആം ഹോളിൻ്റെ ഭാഗം ഈക്വലായിട്ട് വന്നത് കണ്ടില്ല. ഇവിടെ താഴെ ഭാഗം ഒരു 1/4 ഇഞ്ച് ഒരു പോയിൻ്റിൽ ഇങ്ങനെ വെച്ചപ്പോൾ നമുക്ക് മുകളിലെ ആം ഹോളിൻ്റെ ആ ഭാഗം നമ്മളൊരു 1/4 ഇഞ്ച് ഒരു പോയിൻ്റ് മുകളിലേക്ക് എടുത്തില്ല. അപ്പോൾ ആ ഒരു പോയിൻറ്റിലേക്ക് തന്നെ ആയിട്ട് വന്നു കണ്ടില്ലേ. ഇനി നമുക്കിത് നമ്മുടെ ഹാഫ് ഷോൾഡർ എന്ന് പറയുന്നത് സാരി ബ്ലൗസിൻ്റെ ഷോൾഡർ എടുക്കേണ്ടെന്ന ടിപ്പ് പറഞ്ഞുതരാം കേട്ടോ. 5.5, 5.25, 6 ഇഞ്ച് എന്ന രീതിയിൽ വേണം നമ്മൾ സാരി ബ്ലൗസിന് ഷോൾഡർ എടുക്കാൻ കേട്ടോ. ഒരുപാട് സാരി ബ്ലൗസിന് ഷോൾഡർ എടുക്കേണ്ട ആവശ്യം ഇല്ല കേട്ടോ. പിന്നെ 5.25 ഈ ബ്ലൗസിന് എടുത്തിരിക്കുന്നത്. 5.25 കേട്ടോ. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തീരെ എന്താ പറയുക, വളരെ സ്മോൾ സൈസ് ആളാണെന്ന് വെച്ചാൽ നമ്മൾ 5.25 എടുക്കും കേട്ടോ. അപ്പോൾ മീഡിയം നമ്മൾ നോർമൽ ആളുകൾക്കൊക്കെ നമ്മൾ 5 എടുക്കും. കുറച്ച് വണ്ണമുള്ളവർക്കൊക്കെ നമ്മൾ 5.25 എടുക്കും. അത്യാവശ്യം ഹൈറ്റും വണ്ണമൊക്കെ ഉള്ള ആളുകൾക്ക് നമ്മൾ 6 ഇഞ്ച് എടുക്കും കേട്ടോ. ആ ഒരു രീതിക്കാണ് നമ്മൾ ഷോൾഡർ എടുക്കുന്നത്, ഹാഫ് ഷോൾഡർ ഫോൾഡ് ചെയ്ത ഭാഗത്ത് എടുക്കുന്നത്. ഇതിപ്പോൾ 5.25 എടുത്തിട്ടുള്ള വളരെ ഒരു സ്മോൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് കേട്ടോ. ഈ കുറച്ചും കൂടി നോർമലിൽ നിന്ന് വിട്ടിട്ട് കുറച്ചും കൂടി നമ്മൾ വണ്ണം കുറഞ്ഞ് മെലിഞ്ഞ ഒരാൾക്കാണ്. അപ്പോൾ ഞാനത് 5.25 എടുത്തിട്ട്, അപ്പോൾ അത്രയ്ക്ക് ഷോൾഡർ മതി. ഷോൾഡർ അത്രയും ഇല്ല അപ്പോൾ ആൾക്ക് അങ്ങനെ. അപ്പോൾ നമുക്കൊരാളെ കണ്ടറിയാമല്ലോ. അപ്പോൾ ആ ഒരു രീതിക്ക് അനുസരിച്ചാണ് നമ്മൾ ഇതിൻ്റെ ഷോൾഡർ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മൾ വരച്ചിട്ടുണ്ട്, ഡ്രോ ചെയ്തിട്ടുണ്ട്. ഈ ആം ഹോൾ എങ്ങനെ എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഉള്ള ആം ഹോളിന് തന്നെ ഉള്ള ബ്ലൗസിൻ്റെ തന്നെ വെച്ചിട്ട് നമ്മൾ ആ ആം ഹോളിൻ്റെ തയ്ച്ച ഭാഗത്തിൽ കൂടെ ആദ്യം നമ്മൾ പോയിൻ്റ് ഇട്ട് വരച്ചു. അതിന് ശേഷം നമുക്ക് ഔട്ടർ ഒരു 1/4 ഇഞ്ച് ഒരു പോയിൻ്റ് ഉണ്ടല്ലോ, അതും നമ്മൾ അപ്പുറത്തെ സൈഡിൽ കൂടെ തന്നെ നമ്മൾ വരച്ചെടുത്തു. ഓക്കെ, അങ്ങനെ നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത്രയും കൂടി എടുത്താലേ നമുക്ക് ആ ആം ഹോളിൻ്റെ ഭാഗം കൂടിയും കറക്റ്റായി വരുള്ളൂ. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ടിപ്സൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുള്ളാണെന്ന് വിശ്വസിക്കുന്നു.
ഇനി നമുക്ക് നെക്കിൻ്റെ ഇറക്കം എടുക്കാണ്ടല്ലോ. അപ്പം നമുക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ തയ്യൽ തുമ്പൊന്നും എടുക്കേണ്ടതില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഏറ്റവും മുകളിലാണ് കൊണ്ടുപോയി വെക്കുന്നത്. അതായത് തയ്യൽ തുമ്പ് മുകളിലത്തെ ഷോൾഡറിൻ്റെ ഭാഗത്ത് തയ്യൽ തുമ്പിൻ്റെ ഏറ്റവും മുകളിലാണ് നമ്മൾ കൊണ്ടുവന്ന് വെക്കുന്നത്. അങ്ങനെ വെക്കുമ്പോൾ താഴത്തെ ഭാഗത്ത് എത്രയാണോ നമ്മുടെ ആ കഴുത്തിൻ്റെ ഇറക്കം അവിടെ തന്നെ വെച്ച് വരച്ചാൽ മതി കേട്ടോ. വേറെ എക്സ്ട്രാ മുകളിലേക്ക് ഒരു 4 ഇഞ്ച് അല്ലെങ്കിൽ കുറയ്ക്കോ കയറ്റോ ഒന്നും ചെയ്യേണ്ട, അതേ അളവിൽ തന്നെ വെച്ചാൽ മതി. അങ്ങനെ വെക്കുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ മുകൾ ഭാഗത്ത് നമ്മൾ ഒരു ഷോൾഡർ പിടുത്തം വരുന്നുണ്ട്, 4 ഇഞ്ച് ഒരു പോയിൻ്റ് പിടുത്തം വരുന്നുണ്ടല്ലോ. അപ്പം നമ്മൾ തയ്ച്ച് വരുമ്പോഴും അതുപോലെ തന്നെ 4 ഇഞ്ച് ഒരു പോയിൻ്റ് നമ്മുടെ കഴുത്തിൻ്റെ ഭാഗം നമ്മൾ തയ്ച്ച് മറയ്ക്കുമ്പോൾ അത് ക്രോസ് പീസ് വെച്ച് തയ്ച്ച് മറയ്ക്കുക ചെയ്യുന്നത് നമ്മൾ ബ്ലൗസിന്. അപ്പോൾ ആ പോയിൻ്റ് വീണ്ടും ഉള്ളിലോട്ടും പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കറക്റ്റ് അളവ് തന്നെ നമുക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ഇനി ഇറക്കുകയോ കയറ്റുകയോ ഒന്നും ആവശ്യമില്ല കേട്ടോ. കറക്റ്റ് അതേ പോയിന്റിൽ തന്നെ എടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യാനില്ല. കഴുത്തിൻ്റെ ഭാഗത്ത് കറക്റ്റ് എങ്ങനെയാണോ തയ്ച്ച കഴുത്തിൻ്റെ അളവ് അതേ മെഷർമെൻറ്റ് തന്നെ ഏറ്റവും മുകളിൽ തയ്യൽ തുമ്പിൽ, അതായത് തയ്യൽ തുമ്പിൽ വെക്കണം കേട്ടോ. മുകളിൽ നമ്മൾ 4 ഇഞ്ച് ഒരു പോയിൻ്റ് ഷോൾഡറിന് വെച്ചില്ലേ, ആ ഒരു പോയിൻറ്റിൻ്റെ മുകളിൽ തന്നെ വെച്ചിട്ട് നമ്മൾ എടുക്കുമ്പോൾ പ്രത്യേകിച്ച് ഇനി ഒന്നും ചെയ്യാനില്ല. അപ്പോൾ കഴുത്തിൻ്റെ ഇറക്കത്തിനോട് കൂടിയിട്ട് എക്സ്ട്രാ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യേണ്ട, കാരണം തയ്ച്ച ബ്ലൗസാണ് വെച്ചത് അതുകൊണ്ട് കേട്ടോ. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി അത് നമ്മൾ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഷോൾഡർ നമ്മൾ 5.25 എടുത്തിരിക്കുന്നു കേട്ടോ. വെരി സ്മോൾ സൈസ് പേഴ്സണൊക്കെ നമ്മൾ 5.25 എടുത്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ ആ ഷോൾഡർ ഓവറായിട്ട് മാറും. അപ്പോൾ എന്നിട്ട് അത് കറക്റ്റ് ഷോൾഡറിന് തെറ്റ് ഭാഗത്ത് നിന്ന് ഇറങ്ങി കിടക്കും. അതങ്ങനെ വരാതിരിക്കാൻ കൃത്യം ഷോൾഡർ തന്നെ മതി കേട്ടോ. ആ രീതിക്കാണ് എടുത്തിരിക്കുന്നത്. ഇനി വേറൊരു പ്രധാന ടിപ്പും കൂടിയും പറഞ്ഞുതരാം. നമ്മൾക്ക് ബ്ലൗസിന് പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ബാക്ക് പാർട്ട് വെച്ച് തന്നെയാണ് കേട്ടോ നമ്മൾ ഫ്രണ്ട് പാർട്ട് തയ്ക്കുന്നത്. അതിൽ നമ്മൾ ക്രോസ് ഇട്ടിട്ടാണ് നമ്മൾ ബ്ലൗസ് തയ്ക്കുന്നത് എങ്കിൽ മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. ആ ഭാഗങ്ങൾ അവിടെ ഭാഗം കാണിക്കുന്നുണ്ട്. അങ്ങനെ ആ രീതിക്ക് 2 രീതിക്ക് നമുക്ക് ക്രോസ് ഇട്ട് വയ്ക്കാം ബ്ലൗസിനെ. അപ്പോൾ ഈ ബാക്ക് പാർട്ട് തന്നെ വെച്ചിട്ട് മനസ്സിലാവുന്നുണ്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഫ്രണ്ടിൽ ടക്കിന് പെർഫെക്ഷൻ കുറവുള്ളവർക്ക് നമുക്കത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അതായത് നമുക്ക് ടക്കിൽ എത്ര ചില ആളുകൾക്ക് ബ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ എന്തോ ഇറുകി പിടിച്ച പോലെ അസ്വസ്ഥത തോന്നുകയോ ബുദ്ധിമുട്ട് തോന്നുകയോ അങ്ങനെയൊക്കെ വരുന്നവരുണ്ടെങ്കിൽ മാത്രം ക്രോസ് ഇട്ടിട്ട് ഫ്രണ്ട് ഭാഗം ക്രോസ് ആക്കുക. അതായത് ഫ്രണ്ട് ഭാഗം ക്രോസ് ആക്കണമെങ്കിൽ നമ്മൾ ഈ ഫ്രണ്ടിൽ ഈ ബാക്ക് പാർട്ടിൻ്റെ ഈ ഒരു ഭാഗം തയ്ച്ചത് വെച്ച് തന്നെയാണ്, ഈ തുണി കൊണ്ട് തന്നെയാണ് നമ്മൾ സൈഡ് ഇങ്ങനെ ക്രോസ് ചെയ്ത് വെക്കണം കേട്ടോ. അത് നമുക്ക് ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ നമ്മുടെ ആംഗിളിൽ ഏതാ നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ വരയ്ക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻസ് വരാതിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെ ഇങ്ങനെയൊക്കെ വെച്ച് നമുക്ക് ചെയ്യാം കേട്ടോ. ചെറിയ രീതിയിലേക്ക് ക്രോസ് ഇടാൻ പറ്റുള്ളൂ. അങ്ങനെ ഇടുമ്പോൾ തുണിയുടെ അളവ് നമുക്കിപ്പോൾ 85 പോയിൻ്റുള്ള ആൾക്ക് 1 മീറ്ററൊക്കെ എടുക്കണം കേട്ടോ. ഒരു 1.25 1.10 എടുക്കേണ്ടി വരും. ക്രോസ് ഇട്ടിട്ടുള്ള ബ്ലൗസ് തയ്ക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അളവ് കൂടുതൽ തുണിക്ക് വേണം. അല്ലെങ്കിൽ മറ്റാവശ്യങ്ങൾക്ക്, അതായത് സ്ലീവിലേക്കും ബാൻഡിലേക്കും മറ്റുള്ള പട്ടകളൊക്കെ തയ്ക്കുന്നതുണ്ടല്ലോ, അപ്പോൾ ആ ഭാഗത്തിലേക്ക് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കുള്ള പട്ടയൊക്കെ വെച്ച് തയ്ക്കാനായിരിക്കും നമുക്ക് തികയാതെ വരും. അതുകൊണ്ട് ഇങ്ങനെ വെക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുവിധം പിശുക്കി പിടിച്ച് തയ്ക്കുന്നത് പോലെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട് പാർട്ടിൻ്റെ സ്റ്റിച്ചിങ് നമ്മൾ വേറൊരു ഭാഗമായിട്ട് തരാം. ഇതിപ്പോൾ ഈ ഒരു ഭാഗം ഇത്രയും ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ള വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാം കേട്ടോ. താങ്ക് യു.